നമസ്കാരം. അങ്ങനെ ലോകകപ്പ് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ മെസ്സി ഫാൻസ് എല്ലാം ഒരു നിമിഷം സ്തംഭിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. ആ മൈതാനത്ത് മെസ്സി കണ്ണീരോടെ മടങ്ങുന്ന ആ രംഗം മിക്കവരുടെ മനസ്സ് നീറി, അല്ലേ? അർജൻറ്റീന ഇങ്ങനാണോ കളിക്കുന്നത്? ഹാഫ് ടൈം കഴിഞ്ഞാൽ എന്തായാലും അർജൻറ്റീന ചാടി വീഴും. എങ്ങനെയും ഗോളടിക്കാനായിട്ട് അവരൊരുങ്ങും. അതല്ലേ കഴിഞ്ഞ കളികളെല്ലാം നമ്മൾ കണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? മെസ്സി കൂച്ചുവിലങ്ങിട്ട പോലെ, കാലിൽ കൂച്ചുവിലങ്ങിട്ട പോലെ നിൽക്കുകയായിരുന്നു. മെസ്സിയുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണ്ട്. കാരണം മെസ്സി അങ്ങനല്ല പെർഫോം ചെയ്യുന്നത്, ഇങ്ങനല്ല. എനിക്ക് തോന്നുന്നു പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം അർജൻറ്റീന ടീമിനെതിരെ പല ആക്ഷേപങ്ങൾ ഒക്കെ ഉണ്ടായി. റഫറി അർജൻറ്റീന ടീമിൻ്റെ ആളാണെന്നും മെസ്സി പൈസ കൊടുത്തിട്ടാണ് അനുകൂലമായിട്ടുള്ള വിധികളൊക്കെ സമ്പാദിക്കുന്നത് എന്നൊക്കെ ഒരു ആരോപണമുണ്ട്. ഈജിപ്റ്റുമായിട്ടുള്ള കളിയിൽ അങ്ങനെയൊക്കെ ആരോപണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കാണുകയുണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു ഈ എന്തോ അർജൻറ്റീന ടീമിനെ ഒരു ഭയം ഗ്രസിച്ചിട്ടുണ്ട്. അവർക്കെതിരെ എന്തോ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ലെങ്കിൽ അങ്ങനല്ല ഈ അർജൻറ്റീന ടീം കളിക്കേണ്ടത്. മെസ്സി അങ്ങനല്ല പെർഫോം ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കളിക്ക്, അതായത് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഫോക്ലാൻഡ് ദ്വീപിനെ ചൊല്ലി വർഷങ്ങളായിട്ട് ബ്രിട്ടനും അർജൻറ്റീനയും തമ്മിൽ തർക്കത്തിലാണ്. അവർ തമ്മിൽ യുദ്ധവും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ കളിക്ക് ഗാലറിയിൽ നിന്ന് ആരോ ഫോക്ലാൻഡ് ദ്വീപ് ഞങ്ങളുടെയാണ്, അർജൻറ്റീനയുടെയാണ് എന്നൊരു ബാനർ ടീം അംഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. അവർ അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അതൊക്കെ വലിയ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർക്ക്. ബ്രിട്ടൻ അതിന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അർജൻറ്റീന അല്ലെങ്കിൽ മെസ്സിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഭീഷണിയൊക്കെ ഉണ്ടായിരിക്കാം. അതായിരിക്കാം അവർ കളിക്കളത്തിൽ ഒതുങ്ങിപ്പോയത്. മെസ്സി തൻ്റെ പെർഫോമൻസ് പുറത്തെടുക്കാതിരുന്നത് ചിലപ്പോൾ അതായിരിക്കും. വരും സമയങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ വെളിപ്പെട്ടേക്കാം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോഴും കൊളംബിയയിലെ ഒരു ടീമിൻ്റെ അംഗത്തിന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, വധഭീഷണിയാണ്. കൊളംബിയ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്കറിയാം, അവരുടെ ഒരു സെൽഫ് ഗോളടിച്ചതിൻ്റെ പേരിൽ അയാളുടെ നാട്ടിൽ ചെന്നപ്പോൾ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അതുപോലെ ദുഷ്ടന്മാരായ ആൾക്കാർ ഓരോ രാജ്യത്തുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കാം, ഇങ്ങനെയൊക്കെ ഒരു ഭീഷണി മെസ്സിക്ക് നേരിട്ടേക്കാം. അതായിരിക്കാം മെസ്സി അദ്ദേഹത്തിൻ്റെ ആ ചടുലമായ നീക്കങ്ങൾ ഈ ലോകകപ്പിൽ ലാസ്റ്റിൽ അവസാന നിമിഷത്തിൽ പുറത്തെടുക്കാതിരുന്നത്.
അത് പിന്നീട് വെളിപ്പെട്ടേക്കാം. എന്തായാലും അതിൻ്റെ ഉള്ളിൽ തട്ടി ആ വിഷമത്തോടെ മെസ്സി കണ്ണീരൊഴുക്കി പോകുന്ന രംഗം നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ഇതല്ല മെസ്സി, ഇങ്ങനെയല്ല പെർഫോം ചെയ്യേണ്ടത്. നമ്മളെല്ലാം വിചാരിച്ചു അർജൻറ്റീന കുതിച്ചു കയറുമെന്ന്. സാധാരണ അങ്ങനെ അല്ലേ? ആ പകുതി കഴിയുമ്പോൾ അവർ ചീറ്റപ്പുലികളായി മുന്നേറുന്ന ഒരു കാഴ്ച കാണേണ്ടതായിരുന്നു.